Assalamualaikum, good evening everyone. Once again, welcome back to Roadshow with Hyper Alvafa and it's me Donna. Let's go inside and see who all will come in our today's Roadshow. Let's go. സോ ഈ ആഴ്ചയിലെ നമ്മുടെ റോഡ് ഷോയില് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് തരുണി മണികളാണ്. ഹായ് ഗേൾസ്, ഹായ്. എല്ലാവരുടെ മുഖത്ത് ഭയങ്കര ശരിയാണ്. എനിക്കങ്ങ് സന്തോഷമായി. ഷോപ്പിംഗ് നല്ലൊരു അനുഭവം അല്ലേ? എല്ലാ ആഴ്ചകളിലും ഇവിടെ വരുന്നവരാണോ? എവിടെയാ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? കിങ് ഫഹദില്. അപ്പോൾ എല്ലാ ആഴ്ചയിലും വരുന്നവരാണോ അതോ മാസത്തിൽ അങ്ങനെ? ഫസ്റ്റ് വീക്ക്. പിന്നെ അങ്ങോട്ട് ആദ്യമേ അങ്ങ് സ്റ്റോക്ക് ചെയ്യും, പിന്നെ അങ്ങോട്ട് എങ്ങനെ? ഒരു ചെറിയ പർച്ചേസ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഇങ്ങനെ വാങ്ങിക്കേണ്ട സാധനങ്ങൾ ലിസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണോ വരുന്നത്? അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എടുക്കത്തില്ലേ? എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ. എന്താ പേര്? ജിബി, സീജ, നീതു, ആര്യ. എല്ലാം നൈസ് നെയിംസ്. എല്ലാവരും നാട്ടിലെവിടെയാണ്? എറണാകുളം. തെക്ക് തൊട്ട് വടക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾ 4 പേരും ആണോ തിക് ഫ്രണ്ട്സ്? ഒരു റൂംമേറ്റ്സ് ആണോ? അങ്ങനെ വല്ലതും ആണോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ട്രാൻസ്പ്ലാന്റ്. കിഡ്നിയൊക്കെ മാറ്റി വെക്കുന്ന അതല്ലേ? അങ്ങനെ അതിന് ഡോക്ടേഴ്സിനെയൊക്കെ അസിസ്റ്റ് ചെയ്യാൻ പോകാറുണ്ടോ? അങ്ങനെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയോ അങ്ങനെ വല്ലതും ഒക്കെ? ഞാൻ ചോദിക്കോ, ക്യൂരിയോസിറ്റി ഉണ്ട്. ചെയ്യുന്നു. ഇവിടെ സൗദി അറേബ്യ വന്നിട്ട് എങ്ങനെയുണ്ട് ലൈഫ്? അടിപൊളി, അടിപൊളി, അടിപൊളി എന്നൊരു വാക്ക് വേണം പറയാൻ. അൽവഫ വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്, ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടത്തില്ലേ? ഇവിടെ നമ്മളുടെ ഫാഷൻ സൈഡ് ലേഡീസിന്റെ ഡ്രസ്സൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ടോ? ഓ, ഞാൻ ഇത് നോക്കിയില്ല, ആക്ച്വലി നോക്കണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യമായിട്ട് അൽവഫയില് എന്താ പറയുന്നത് കിടന്നെങ്കിൽ വിരകുകയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. അത്ര യൂസ് ചെയ്തില്ല. കുട്ടി ന്യൂജൻ അതായിരിക്കാം. ഇൻസ്റ്റഗ്രാം മാത്രം കേട്ടിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് ഉണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങളോടൊരു കുസൃതി ചോദ്യം ചോദിക്കാം. എല്ലാവരുടെയും ബർത്ത് മന്ത് ഏതാ? മാർച്ച്. ഓക്കെ, അപ്പോൾ 28 ദിവസമുള്ള ഒരു വർഷം അറിയാമോ? എങ്ങനെ ഏതോ ഒരു പർട്ടിക്കുലർ മാസത്തിൻ്റെ 28 ദിവസം മാത്രമേ വരത്തുള്ളൂ. കുസൃതി ചോദ്യമോ? പക്ഷെ 28 ദിവസമുള്ള മാസങ്ങൾ ഏതൊക്കെയാന്ന് പറയാം, മാസം ഏതൊക്കെയാന്ന് പറയാം. ഏത് മാസമാണ്? ഓ ജോസഫേ, ഈ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിയാ. കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു. ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. ചിലരൊക്കെ പെട്ടെന്ന് പറയും ലീപ്പ് ഇയർ ഫെബ്രുവരിന്ന് കയറി പറയാൻ സാധ്യതയുണ്ട്. ഇവർ ചുമ്മാ ഒന്നുമല്ല നഴ്സുമാരായത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു കൈ. കറക്റ്റ് ആൻസർ ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര പുച്ഛ ഭാര്യ വിതറുന്നത്, സില്ലി ക്വസ്റ്റ്യൻ, ഇതൊക്കെയാണോ എന്നോട് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഭാഗമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വാങ്ങിച്ചോളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഷോപ്പ് ചെയ്യണം അൽവഫയായിട്ട്. ഓക്കെ, ബൈ ഗേൾസ്. സോ നമ്മുടെ റോഡ് ഷോയിൽ എനിക്ക് അടുത്ത കുറച്ച് സുന്ദരികളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കില്ല. സുന്ദരി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു നാണം. ഓ ഇങ്ങോട്ട് ചേർന്ന് നിന്നൂന്നേ. എന്താ പേര്? അഞ്ജലി. ശ്രീലക്ഷ്മി. മധു. നല്ല നെയ്മേ. നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയില്ലേ? നമുക്ക് അങ്ങനെ സിനിമ നടൻ മധുവിൻ്റെ ആരെങ്കിലും ആണോ? അല്ല, അല്ല. നാട്ടിലെവിടെയാ? ഞാൻ തൃശ്ശൂർ. കോഴിക്കോട്. തമിഴ്നാട്. അയ്യോ, ഞാൻ ഈ കൊച്ചിനോടാണോ മലയാളം പറഞ്ഞോണ്ടിരുന്നത്? സോറിയേ. അറിയാം, നിങ്ങൾ പഠിപ്പിച്ചതാണെന്ന് എനിക്കറിയാം. അതാണല്ലോ നമ്മൾ ആ ഒരു പ്രത്യേകത നമ്മുടെ കൂടെ. തമിഴ് വല്ല പഠിച്ചോ? കൊഞ്ചം കൊഞ്ചം പേസും. എന്തെങ്കിലും ഒരു നല്ല തമിഴ്, കൊഞ്ചം കട്ടിയ തമിഴ് പറ. തമിഴില് ആരുടെ ഫാനാ? മൂവി സ്റ്റാർ വിജയ് ഫാനാ? വിജയ് ഫാൻ. ചുമ്മാ വിജയ് പറഞ്ഞോണ്ട് വിജയ് ഫാൻ. മൂവി കാണുമോ? ആരും ഇല്ല. അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ആരും ഇല്ല. ഓക്കെ, എല്ലാ മൂവിയും കാണും. ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് മുവാസത്തില്ല. അപ്പോൾ നിങ്ങൾ വീക്കെൻഡ് ഷോപ്പിംഗുകാരാണോ അതോ എല്ലാ വീക്കെൻഡും? മന്ത് സ്റ്റാർട്ടിങ് വരുക, ഈ കാട്ടങ്ങ് നിറച്ച് 3 പേർക്ക് കൂടെ ഒരു കാട്ടേ ഉള്ളൂ. മതിയാവും എന്നാണോ? മതിയാവും. നല്ലൊരു ബില്ലുണ്ടാവും അല്ലേ പോറാകുമ്പോൾ? പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും അഫോർഡബിൾ അല്ലേ?
യെസ്, അതാണ് നമ്മുടെ പോയിന്റ്. നമ്മുടെ അൽവഫ ഇഷ്ടംപോലെ ഓഫേഴ്സ് എല്ലാ ആഴ്ചയിലും തരുന്നതെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി മന്ത് എൻഡിലും മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഒക്കെ നമ്മൾ അങ്ങനെ കുറച്ച് കൂടുതൽ ഓഫേഴ്സ് ഇടാറുണ്ട്. അത്യാവശ്യം എല്ലാവരും പറയാറുണ്ട്, നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും നമുക്ക് കൂടുതൽ പ്രോഡക്റ്റ്സ് കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ റോഡ് ഷോയുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ്. ഓക്കെ, കുട്ടിക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അറിയാം, മനസ്സിലാവുന്നുണ്ട്. ഓ മൈ ഗോഡ്, യു ഗൈസ് ആർ ഗ്രേറ്റ് കേട്ടോ. നിങ്ങൾ കാരണമാണ് എന്തെങ്കിലും മനസ്സിലാവുന്നത്. താങ്ക് യു. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ പോക്കറ്റ് ഇല്ലേ, പാൻറ്റിൻ്റെ പോക്കറ്റിലോട്ട് ഇങ്ങനെ കൈ ഇട്ടപ്പോൾ അകത്തൊന്നുമില്ല, പക്ഷെ എന്തോ ഉണ്ട്. എന്താണ്? എന്താ? അല്ല, കൈ ഇട്ടു നോക്കി, ഒന്നുമില്ല, കൈ പുറത്തെടുത്തു. എന്നാ ആ പോക്കറ്റ് എം ടി ആണ്, എന്നാ ആ പോക്കറ്റിൽ എന്തോ ഉണ്ട്. എന്തായിരിക്കും? ചോദിക്കാലോ. പോക്കറ്റ്, പാൻറ്റിന്റെ പോക്കറ്റ് ഫോർ എക്സാമ്പിൾ. കോമഡിയാണോ? ഇത് ലൈക്സ് എ ഫണ്ണി ക്വസ്റ്റ്യൻ. ഓക്കെ, വലിയ അങ്ങനെ ബൗദ്ധികപരമായി ചിന്തിക്കേണ്ട കാര്യമൊന്നും അല്ല. ലൈക്ക് പോക്കറ്റിലോട്ട് കൈയിടുന്നു, പോക്കറ്റ് തപ്പുമ്പോൾ ഒന്നുമില്ല പോക്കറ്റിൽ, പക്ഷെ ദർ ഈസ് സംതിങ്. എന്താണ് ആ സംതിങ്? എനി ഗസ്? അറിയില്ല. ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കട്ടെ? മനസ്സിലായി. അറിയില്ല. ഓക്കെ, അപ്പോൾ എന്നാൽ ഇവരുടെ ആൻസർ ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നില്ല, അടുത്ത ഫാമിലിയോട് നമുക്ക് ചോദിക്കാം. ഓക്കെ ദെൻ, ബൈ ഗൈസ്. സോ നമ്മുടെ റോഡ് ഷോയിലെ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഒരു കപ്പിളിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചാലോ. ഹായ്, എന്താ പേര്? അങ്കിത. അനീഷ്. നിങ്ങൾ ഒരുമിച്ച് എപ്പോഴും ഇങ്ങനെയാണ് ചേട്ടൻ ഇങ്ങനെ കൈ പിടിച്ചേക്കോ, റൊമാൻറ്റിക് കപ്പിൾ? എന്തിനാണെന്നറിയാമോ? ഇതൊരു ട്രാപ്പാ, വേറെ എങ്ങും പോവരുത്, വേറെ ഒന്നും എടുക്കരുത്. ഇത് ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് ട്രാപ്പാണെന്ന് പിന്നെ മനസ്സിലായത്. നാട്ടിലെവിടെ നിങ്ങൾ? തൃശ്ശൂർ. സൗദിയിൽ ഒത്തിരി നാളായോ? 15 വർഷം. എൻ്റെ അമ്മോ, ഞാൻ ആരോടാ ചോദിച്ചത്? 15 വർഷമായി. അങ്കിത? ഞാനിപ്പോ 2 ഇയർ ആയിട്ടുള്ളൂ. ഓക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല. ചേട്ടൻ ഇവിടെ ദമാമിൽ തന്നെയാണോ? ദമാമിൽ തന്നെയാണ്. എങ്ങനെയുണ്ട് സൗദി ലൈഫ്? സൂപ്പർ അല്ലേ? എല്ലാ അസോസിയേഷനിലും ഒക്കെ ഉണ്ടോ? തൃശ്ശൂർ കൂട്ടം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നവോദയ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അൽവഫയിൽ റെഗുലറായിട്ട് ഷോപ്പ് ചെയ്യുന്ന ഫാമിലി ആണോ? വീക്കിലി വരാറുണ്ട്. ഓഫേഴ്സ് ഒക്കെ നോക്കിയാണോ വരുന്നത്? ഞങ്ങളുടെ പേജുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്? ഉറപ്പല്ലേ? എടുത്ത് ചോദിക്കുന്നില്ല. ഉണ്ട്. ഓക്കെ, അപ്പം ഞാനൊരു കുസൃതി ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് റോഡ് ഷോയുടെ ഭാഗമായിട്ട്. ചേട്ടനൊക്കെ പോക്കറ്റ് ഉണ്ടല്ലോ, ഷർട്ടിൻ്റെ പോക്കറ്റ്, പാൻറ്റിൻ്റെ പോക്കറ്റ്. നമുക്കും ഉണ്ട് പാൻറ്റിൻ്റെ പോക്കറ്റ്. നമ്മളൊന്ന് കൈയിട്ട് നോക്കുന്നു, പക്ഷെ അത് എം ടി ആണ്, അതിനകത്തൊന്നുമില്ല. കൈ പുറത്തെടുത്തു, കയ്യിലും ഒന്നുമില്ല, എങ്കിലും ആ പോക്കറ്റിൽ എന്തോ ഉണ്ട്. എന്തായിരിക്കും? വല്ലാണ്ട് വിയർക്കുന്നുണ്ട് ഒരുപാട്. അങ്ങനെ GK ഒന്നും അല്ല. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. കറക്റ്റ് ഞാൻ വിചാരിച്ച് ആരെങ്കിലും പറയുമായിരിക്കും. അപ്പോൾ റൈറ്റ് ആൻസർ ആണ്. സോ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ ചേട്ടനും ഒരു ഗിഫ്റ്റ്. സോ അപ്പോൾ ഇനിയും അൽവഫയുമായിട്ട് ഷോപ്പ് ചെയ്യാം. അപ്പോൾ ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഭൂമി ഉരുണ്ടതല്ലേ? ഓക്കെ ദെൻ ബൈ. സോ നമ്മുടെ റോഡ് ഷോയിൽ എനിക്ക് അടുത്തൊരു ഫാമിലി കിട്ടുന്നുണ്ട്. നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിച്ചാലോ. ഹായ് ഗൈസ്. Hello. Hi. How are you guys? Fine. How are you? I'm good. Your name? Mohammed Ramiz. Mohammed Ramiz? Hanan Bad. Hanan. Oh, okay. We have a singer named Hanan. Hanajra. Oh, you're a fan? Oh, okay. What's your name? Razan. Oh my God. How old are you, baby? 5? Oh, I thought he is saying fine, but he was saying 5. Yes. So, guys, how is life in Saudi Arabia? It's awesome. Mashallah. Alhamdulillah. I think I have seen you somewhere. Yeah, in Energia. You had organized an event over there. Okay. I remember. You were an anchor. Oh, okay. That's why I have, when I saw him, that remembrance was there. So this is a road show from Hyper Al Wafa. It's a part of road show. I will ask some funny questions to you guys. Yeah. Shall I ask GK or funny? We'll try. Okay. Simple. I know. If he is working in Energia, definitely he has good brain. Okay. Let me ask a question. What goes up and down, okay, but always remains in the same place? Up and down.
Yeah, life. If I ask about life, it's the same actually, but I'm expecting some other kind of answer. She's Yeah. in the same place. Yeah. This thing actually we used to go up and down. Yeah, it's a good clue. Yes! Right answer. See? You should hire her in energy. Okay. Yeah, you should go there. See, I have Muhammad Isaac. Mohammed Rami. Yeah. Isaac. Yeah. If Muhammad Isaac is saying this, you should hire her, okay? I know he's his boss, right? So yeah, we have a small gift since you said the right answer. Your mama said the right answer. Give a big round of applause. High five. Footwear section supervisor or staff in charge. So yeah, this is for Hanan. Okay. Anyways, thank you so much, guys. Keep shopping. Thank you. ഓക്കെ സോ ഇന്നത്തെ നമ്മുടെ റോഡ് ഷോയിൽ എനിക്ക് അടുത്ത അടിപൊളി രണ്ട് കപ്പിൾസിനെ കിട്ടിയിട്ടുണ്ട് വിത്ത് ബേബി സഹ. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അല്ലാന്ന് ഇപ്പൊ ഫ്രണ്ട്സ് ആയോ? അതെ. ഒരു ഹായ് അങ്ങോട്ട് പറയൂ, ഒരു ഹായ് ഇങ്ങോട്ട് പറയൂ. നിങ്ങൾ രണ്ടുപേരും ഹായ് പറയൂ. ഹായ്. എൻ്റെ പേര് ഡോണ. നമ്മൾ ഹൈപ്പർ അൽബപ്പയുടെ ഒരു റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. റൈറ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ് ഹൈപ്പർ അൽബപ്പയുടെ ഭാഗമായിട്ട് തരും. ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഹൈപ്പർ അൽബപ്പ പേജ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഇല്ല. ഓ ഫേസ്ബുക്ക്. ഓ ഞാൻ വിചാരിച്ചു ഇപ്പൊ അത് പറയുമായിരിക്കും. കറക്റ്റ് 2K കിഡ്സ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്ത് പേര്? നല്ല ചിരിയാട്ടോ. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ എടുത്തു വെച്ചു. അത് കണ്ടിട്ടാണോ വീണത്? തീർച്ചയായും. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ എന്ത് തോന്നുന്നു? സത്യം പറയണം. വീട്ടിലോട്ട് ചെല്ലാട്ടോ വെച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇപ്പൊ? നന്നായി. എത്ര നാളായി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട്? 4 years. നിങ്ങളോ? സെയിം. നിങ്ങൾ ഇവർ തമ്മിൽ ആക്ച്വലി കണ്ടുമുട്ടേണ്ടവരായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും. ഭാവിക്ക് എത്ര വയസ്സായി? 2 years. 1.5. ഇച്ചിരി മുമ്പേ നിങ്ങൾ പോയി, അത്രേ ഉള്ളൂ. അല്ലേ? കുഴപ്പമൊന്നുമില്ല. സോ ഗൈസ്, അൽവഫയിലെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല ഓഫേഴ്സ്. ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നത് കാണാറുണ്ടോ? ഓ ഭാഗ്യം, അതുകൊണ്ടാണ് വരുന്നത്. ഓ അത് മതി. ഇത് നമ്മുടെ മാനേജ്മെന്റ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻസർ പറയുകയാണെങ്കിൽ ഒരു ചെറിയ സമ്മാനം. ഓക്കെ, നിങ്ങൾ റെഡിയാണല്ലോ? അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കുക. പുള്ളി ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. മുമ്പ് പരീക്ഷകളൊന്നും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ആളാണോ? ഇല്ല. ടെൻഷനുണ്ട്. ഉണ്ടോ? നമുക്ക് എല്ലാ വല്ലവിന് പുല്ലും ആയതെന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ടെൻഷനുണ്ട്? ടെൻഷനുള്ള ആളാണോ? ഇല്ല. ഓക്കെ. അപ്പൊ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു കുരങ്ങൻ, ഒരണ്ണൻ. ചിരിക്കുന്നു കുരങ്ങൻ എന്നൊക്കെ പറഞ്ഞപ്പോ എന്താ പേരൊക്കെ വിളിച്ചു പറയുന്നത്. ഒരണ്ണൻ, അതുപോലെ ഒപ്പം ഒരു പക്ഷി. ഇത് 3 പേരുടെ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. ഓട്ട മത്സരം എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിന്റെ മുകളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവരിൽ 3-ൽ ആർക്കാണ് ആദ്യം പഴം കിട്ടുക? ഈ തലയിൽ ആൾതാമസം ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ പുള്ളി ഇങ്ങനെ ചിന്തിക്കുവോ, ദൈവമേ ബേർഡ് ആയിരിക്കും അല്ലെ? അങ്ങനെ തന്നെ ചിന്തിച്ചില്ലേ? ബേർഡിനല്ലേ പഴം കിട്ടുന്നതെന്നോ? റൈറ്റ് ആൻസർ ആണ്. എന്താണ് പേര്? ആസിഫ്. അപ്പോ ആസിഫിന് എനിക്ക് അധികം ചിന്തിക്കേണ്ടി വന്നില്ല. തലയിൽ ആൾതാമസം ഉള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഭാഗമായിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്, പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആ ഒരു സ്പിരിറ്റ്. ഇന്ന് എന്തായാലും ഒന്ന് കിട്ടും. അത് ഞാനതിൽ ഭാഗമേ അല്ല. നന്നായിട്ട് അറിഞ്ഞ് പെരുമാറിക്കോ. ഓക്കെ. എനിവേസ് താങ്ക് യു സോ മച്ച്. ബൈ ഗൈസ്. സോ നമ്മുടെ റോഡ് ഷോയിൽ എനിക്ക് അടുത്ത ഒരു ക്യൂട്ട് കപ്പിളിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. ഹായ്. ഹലോ. എന്താ പേര്? മുഹമ്മദ് ഷാഫി. ഐഷാബി. പാട്ടുകാരനല്ലേ? പേരൊക്കെ കേട്ട് അങ്ങനെ വീണയാണോ? പേരൊക്കെ കേട്ട് വീണയാണോ? എത്ര വർഷമായി നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്? 7. ഇന്നലെ പോയ പോലെ തോന്നുന്നുണ്ടോ? ആ ഇക്കടെ മുഖത്ത് സന്തോഷം കണ്ടോ? എങ്ങനെയുണ്ട് സൗദി അറേബ്യയിലെ ജീവിതം? ഹാപ്പിയാണ്. നാട്ടിലെവിടെയാ? കൊടുങ്ങല്ലൂർ. ഒത്തിരി വർഷമായോ ഇവിടെ സൗദിയില്? 30 വർഷമായി. അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവിടെയാണ്? ഒരു വർഷമായിട്ടുള്ളൂ. സൗദി അറേബ്യ വന്നിട്ട് എങ്ങനെയുണ്ട്?
ഇതിനു മുമ്പ് ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ സൗദി അറേബ്യയെ കുറിച്ച് അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ വരണം? ഇല്ല അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇല്ല. ഈ പറഞ്ഞ പോലെ സൗദി കാരണം അങ്ങനൊരു ഇതുണ്ടായി. ഇപ്പൊ വന്നപ്പോ എങ്ങനെ തോന്നുന്നു? കുഴപ്പമില്ല. കുഴപ്പമില്ല, പഴയതിലും കുറെ മെച്ചപ്പെട്ടല്ല. മക്കളൊക്കെ എവിടെ ജോലിയാണ്? ജോലിയാണ്, വലിയ മക്കളൊക്കെയാണ്. ആ, okay. മോളുടെ കല്യാണം കഴിഞ്ഞു. ഓ അത് ശരി. ആ, അപ്പൊ അവരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു. നമ്മള് ഹൈപ്പർ അൽവഫയിലെ എല്ലാ ആഴ്ചകളിലും ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരാണോ അതോ മാസത്തില്? എല്ലാ ആഴ്ചകളിലും ഉണ്ട്. എല്ലാ ആഴ്ചയും. ഇവിടെ അടുത്ത് തന്നെയാണോ, ദമാമാണോ താമസം? ഇവിടെ ആ, വർക്ക് ചെയ്യുന്നതും ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്തന്നെ. അപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൽ ലൈവായിട്ട് പോകുന്നൊരു സെഗ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരുന്നു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവരുടെ ഫീഡ്ബാക്ക് എടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ചോദ്യം ചോദിച്ചിട്ട് ഒരു ആൻസർ പറയുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഹൈപ്പർ അൽവഫ ദമാം എന്ന് പറഞ്ഞാൽ ഉണ്ട്. അപ്പോൾ അതിനകത്തായിരിക്കും ഇത് വരുന്നത്, ഈ ഒരു വീഡിയോസൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു ഇലക്ട്രിക് ട്രെയിൻ തെക്ക് നിന്ന് വടക്കോട്ട് 100 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പായാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പുക ഏത് ദിശയിലേക്കായിരിക്കും? ആ, ട്രെയിനല്ലേ അതിന് പോകില്ലല്ലോ. ഓ കണ്ടോ, പുക എങ്ങോട്ട് പോകുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച, പുക ഇങ്ങനെ അന്തരീക്ഷത്തിൽ പടർന്നു പോകുന്നൊക്കെ ആലോചിച്ച് കണ്ടോ, കൂടെ ബുദ്ധിയുള്ള ആളെ കൂട്ടിയിട്ടുണ്ട്. ഏകദേശം പ്രൈസ് ഒക്കെ അടിച്ചിട്ട് നോക്കില്ലേ? ആ, അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ കണ്ണാടി വെച്ചവര് തോന്നി ഞങ്ങളുടെ അടുത്തന്നെ വരാനങ്ങനെ തോന്നി. അതല്ലേ നിങ്ങൾക്ക് ഇന്ന് ആ ഒരു സമ്മാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായിരിക്കാം നമ്മളെ കറക്റ്റ് ഇവിടെ എടുത്ത് തന്നെ കൊണ്ടുവന്നത്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആൻസർ പറഞ്ഞു ഇക്ക ഇങ്ങനെ പടർന്ന് അങ്ങോട്ട് പോകുന്നങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോ ഒരാള് ഇലക്ട്രിക് ട്രെയിൻ അല്ലേ പോകും. അടിപൊളി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര അടിപൊളിയായിട്ട് ആൻസർ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഭാഗമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഹൈപ്പർ അൽവഫയുമായിട്ട് ഷോപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. സോ നമ്മുടെ ഇന്നത്തെ റോഡ് ഷോയിൽ അടുത്ത ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ദോസ്തോ, ഹായ് ഗൈസ്. ഹായ്, ഹൗ ആർ യു? Good. Good. What's your name? My name is Pir Basha. Pir Basha. Yes. Okay. Musa. Musa. Yeah. Okay, you're from I'm from Andhra Pradesh. Andhra Pradesh. I'm from Karnataka. Karnataka. Okay, so both are Indians. Yes, yes. So how is the shopping experience with Hyper Alwafa? Yeah, it's good. We Good? get good offers and So frequently we visit and daily we have food over here itself. Okay. Bachelors. Since you are a foodie, Yes, yes. you don't know anything to cook. I mean, We cook also. We cook? Yeah, I cook. Okay. I cook. We take fish, mutton, everything from here itself. We are getting good competitive prices from Lulu. So we compare and we come here also. Okay, so if you compare to that hypermarket, this is the best one. Yeah, this is the best one. Affordable for everyone. Very affordable and we get fresh and fresh and live cooking experience also over here. How is the food here? Is it very tasty? Out of 10, how much you will give for the rating? Sometimes it is good, sometimes we always before buying we taste the food and then only we purchase. Okay, they basically these guys are sample testers. Yes, yes. For sure. You can watch the CCTV. over there, Okay, you will first check the food, Yes, then only then you we will will go. go, yeah. Okay, so out of these food items, which is the best one you can suggest to me? If I ask, which curry or which Here food? we normally will take dragon chicken. Dragon chicken is the best. And dosa, set dosa and Set dosha is also which they make live over here. So okay. we like So these guys are suggesting dragon chicken and set dosha Very for good everyone. It's very good, And right? recently we bought the roasted fish also. Ah. For 12 dirham, 12 real something. Okay. Have a good How taste. is it? Yeah, it is very It's good. good? Yeah, cheap and good. It is good for our pocket also. Okay. So I'm coming actually with a funny question as a part of our road show for our dear customers. It's actually we will telecast weekly on our Facebook page. So let me ask a simple question. You know rainbow, right? What is the 7 colors. 7 colors? Okay. So they definitely know rainbow. What is the end of rainbow? Have you ever seen a rainbow? It's like this, right? Yeah, it is. What is the end of? End. Yeah, You end. mean end. End. I think it should be in circle. It is semicircle. Guys, this is a funny question. Rainbow. What is? Bow. Yeah. What is? End is bow. Yeah, end is bow. You're right. No. Somewhere they came actually,
I'm expecting something, more clear. I need a clear answer. It is rain is ending time. It's rainbow. Yeah. Rainbow. When the rain will end, the rainbow will appear. Yes. That's I totally agree with their science and all, but I need a particular answer. We usually see it like an arc or something. So, what is the correct end of this rainbow? it is like semicircle. Arc only it is like arch, right? Actually, you should go to NASA. You guys are very, giving scientific terms and intellectual answers. I'm expecting a simple think in, a 5-year-old, 6-year-old, think like a 5-year-old, 6-year-old. They will definitely give the answer Then like this. so we can Google it or No. Very smart, huh? so. No, Yeah. No idea. So I have to say bad luck for you guys. No. But we learn something. Yeah. Yeah. But now, since you didn't say the answer, I have to move on with the same question to some other customers. No issues. No. So moving on to another family, same question ആണ് ഞാൻ ഇവരോടും ചോദിക്കാൻ പോകുന്നത്. ഹായ് ഗൈസ്. ഹായ്. ഇവിടെ എന്നെ കണ്ടപ്പോഴേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ഞാൻ ആൻസർ പറയാൻ റെഡിയാണെന്ന് പറഞ്ഞൊക്കെ റെഡി ആയിരിക്കണം. എന്താ പേര്? റഹാൻ. അസ്മിത. റിയാസ്. എവിടെ ദമാമിലാണോ താമസിക്കുന്നത്? റാസന്നൂര. കുറച്ച് ദൂരെയാണ്. എവിടെയാ? അത് കുറച്ച് 80 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അവിടുന്ന് നിങ്ങൾ വീക്കെൻഡില് ഷോപ്പിങ്ങിനായിട്ട് വരുന്നതാണോ? എല്ലാ ആഴ്ചകളിലും അൽവഫയിൽ വരും? മാസത്തില് വരും. പക്ഷെ വരുമ്പോ നിങ്ങൾ ദമാമി വരുമ്പോ അൽവഫയിലാ വരുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ? ഇവനോട് ചോദിക്കുന്നില്ല, നിങ്ങളോട് ചോദിക്കാം. കാരണം നല്ലതായിരിക്കും. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് അൽവഫയുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പറയൂ. നമ്മൾ അതാണ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചോദിക്കുന്നത്. ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജ്? ഇല്ല. അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? എന്ത് ചോദ്യമാണ് പുള്ളിക്കാരി പറയാം. എപ്പോഴും ഇത് തോണ്ടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ നമ്മുടെ പേജ് കൂടെ ഫോളോ ചെയ്യാം. ഓക്കെ. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഫണ്ണി ക്വസ്റ്റ്യൻ. മഴവില്ല് കണ്ടിട്ടുണ്ടോ? റെയിൻബോ കണ്ടിട്ടുണ്ട്. എത്ര കളേഴ്സ് ഉണ്ട്? 8 അല്ലേ? 7 അല്ലേ? ഫുള്ളൊരു ഡൗട്ട് ആയി പോയി. ഇനി ഈ ആന്റി പറയുന്നത് ശരിയായിരിക്കുമോ? ഇതുവരെ ഞാൻ 7 പഠിച്ചേ. എത്ര കളേഴ്സ് എങ്ങനെയാ അത് പറയാ? കളേഴ്സ് ഒന്ന് പറയാൻ പറ്റുമോ? റെഡ്. ആ ഓർഡറിലൊന്ന് പറയാമോ? റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, പർപ്പിൾ. അവിടെ പോയി. ബ്ലൂ. ബ്ലൂ. നോ പർപ്പിൾ ഇല്ല. ഇൻഡിഗോ. എളുപ്പം ഒരു സാധനം പറഞ്ഞുതരാം. വയലറ്റ്. വിബ്ജിയോർ എന്നുള്ളത് അറിയാമോ? വിബ്ജിയോർ എന്ന് പറയാം. അപ്പൊ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഓക്കെ. സോ റെയിൻബോയുടെ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. റെയിൻബോയുടെ അവസാനം എന്താണ്? റെയിൻബോ ഇങ്ങനെ വട്ടത്തിലല്ലേ ഇരിക്കുന്നേ? അത് സ്റ്റാർ പോലാണോ ഇരിക്കുന്നേ? ഫുൾ കൺഫ്യൂഷനായി. ഓക്കെ. ആർക്ക് പോലെ. ഓക്കെ. ഉറപ്പാണേ? അങ്ങനെയാണെങ്കിൽ റെയിൻബോയുടെ എൻഡ് എന്താണ്? കണ്ടോ, ഞാൻ നേരത്തെ ഇത് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഈ ഒരു പ്രായത്തിലുള്ളവരോടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ. ഇവനോട് ചോദിച്ചാൽ മതി എന്ന് എനിക്ക് അറിയാമായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിന്ന് ചോദിക്കുമായിരുന്നു. എന്നോട് ചോദ്യം ചോദിക്കും, ഞാനിപ്പോൾ പറയാം. സോ ഒരു ചെറിയ ഗിഫ്റ്റ് ഹൈപ്പർ അൽവഫയുടെ ഭാഗമായിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനി ഷോപ്പ് ചെയ്യാം. ഇനിയും റാസന്നൂരിൽ നിന്ന് വരിക. Okay then. Thank you so much, guys. So guys, it's time to wind up today's road show, and I will be back in next week with lots of funny questions and amazing gifts. So until then, stay tuned, and this is Donna and I'm out.